സുൽത്താൻ ബത്തേരി ഷാബാസ് ഷെരീഫ് വധം, ആ കേസിലെ പ്രതികളെ കോടതി ഇന്ന് ശിക്ഷിക്കുകയുണ്ടായി. ഷാബാസ് ഷെരീഫിനെ മൈസൂർ രാജീവ് നഗർ അവിടുന്ന് പ്രതികൾ പിടിച്ചു കൊണ്ടുവരികയായിരുന്നു. ആരും അറിഞ്ഞില്ല. ഷാബാസ് ഷെരീഫ് എന്ന പാരമ്പര്യ വൈദ്യന് ഒറ്റമൂലി പല മരുന്നുകളും പ്രസിദ്ധനാണ്. അത് പൈൽസ് അസുഖത്തിന് ചില ഒറ്റമൂലികളുണ്ട്. അങ്ങനെ ചില അസുഖങ്ങൾക്കുള്ള ഒറ്റമൂലി വളരെ ഫലപ്രദമാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം പേര് ഷാബാസ് ഷെരീഫിൻ്റെ വസതിയിലെത്തുന്നു. അയാളെ തട്ടിക്കൊണ്ടുപോയി ഒറ്റമൂലിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ധാരാളം പണമുണ്ടാക്കാമെന്ന് കരുതി ഷൈബിൻ അഷ്റഫും സംഘവും, ഷൈബിൻ സുൽത്താൻ ബത്തേരി മുക്കട്ടയിലെ നല്ല പണക്കാരനാണ്. അവിടെ വലിയ വീടുണ്ട്. അയാളും സംഘവും കൂടെ മൈസൂർ പോയി സൂത്രത്തിൽ ഷാബാസ് ഷെരീഫിനെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി. മൈസൂരിൽ ഇയാൾ തട്ടിക്കൊണ്ടുപോയി എങ്ങോട്ടാണെന്ന് ആർക്കും അറിയില്ല. കാരണം ധാരാളം പേര് ഷാബാസ് ഷെരീഫിൻ്റെ വീട്ടിൽ വന്നു പോകുന്നവരാണ്. പലരും കാറിലാണ് വരുന്നത്. ഇയാളെ കാറിനകത്ത് കയറ്റി കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുവന്നു. 2019 ഓഗസ്റ്റ് മാസത്തിലാണ് കൊണ്ടുവന്നത്. ഏകദേശം 14 മാസത്തോളം ആ മുക്കട്ടയിലെ വീട്ടിൽ പൂട്ടിയിട്ടു. അയാളെ ഭീകരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരുന്നു. അയാൾക്ക് അങ്ങനെ ഒരു രഹസ്യം അല്ലെങ്കിൽ ഒറ്റമൂലിയൊന്നും അറിയില്ല എന്നാണ് പുള്ളി പറയുന്നത്. എന്നാൽ നാട്ടിലെ പൊതു സംസാരവും മൈസൂരിലും കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലുള്ള പലരും ഇയാളുടെ മരുന്ന് ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഫലപ്രദമാണ് ഇയാളുടെ മരുന്ന്. ആ ഒറ്റമൂലി കൊണ്ട് കുറേ അധികം പണം ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ഷൈബിനും ഷിഹാബുദ്ദീനും നിഷാദിനും ഇയാളെ തട്ടിക്കൊണ്ടു പോരാൻ തോന്നിയത്. തട്ടിക്കൊണ്ട് വന്നിട്ട് 14 മാസം വീട്ടിലിട്ടിട്ട് ഇയാളൊന്നും പറഞ്ഞില്ല. അത് മലയാള മനോരമയിലൊരു ഫോട്ടോ ഇയാളെ വീട്ടിൽ നിൽക്കുന്നത് വെളിയിൽ വന്നു. അതോടുകൂടിയാണ് ഷാബാസ് ഷെരീഫ് മുക്കട്ടയിലുണ്ടെന്ന് മനസ്സിലായത്. ഷാബാസ് ഷെരീഫിനെ മൈസൂരിൽ നിന്ന് കാണാതെ പോയി 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ മലയാള മനോരമയിൽ ഇയാളെ ആ വീട്ടിൽ തടങ്കലിലിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ വെളിയിൽ വരുന്നത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർ 9ഓളം പ്രതികളുണ്ടായിരുന്നു. അവർ തിരുവനന്തപുരത്ത് വന്ന സന്ദർഭത്തിലാണ് ഈ ഒരു ഫോട്ടോ മനോരമയിലുള്ള റിപ്പോർട്ടറെ കാണിക്കുന്നത്. എന്തായാലും അത് വെളി വന്നു. ഷാബാസ് ഷെരീഫ് ഷൈബിൻ്റെ വീട്ടിലുണ്ട് എന്ന് അതോടെ തെളിവായി. കോടതിക്ക് അത് വലിയൊരു വൈറ്റൽ എവിഡൻസ് ആയിട്ട് തോന്നി. അതുകൂടാതെ ഇയാളെ കൊന്ന ശേഷം, ഇയാൾ മരിച്ച ശേഷം ഇയാളെ അവർ ശുചിമുറിയിൽ കയറ്റി വെട്ടി നുറുക്കി കഷങ്ങളാക്കി ചെറിയ ചെറിയ പാക്കറ്റിലാക്കി ഇവർ അവിടെയുള്ള നദിയിൽ ഒഴുക്കി എന്നാണ് പറയുന്നത്. ഒരു പൊടി പോലും മാംസത്തിൻ്റെ അല്ലെ മനുഷ്യമാംസത്തിൻ്റെ കഷ്ണം പോലും ലഭിച്ചില്ല. കാരണം അത് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി കഴിഞ്ഞ 2 വർഷം മുമ്പ് അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയതിന് ശേഷം 2 വർഷം ശേഷം അവിടെ ചാലിയാർ പുഴയിൽ ഒഴുക്കി എന്നാണ് പറയുന്നത്. ചാലിയാർ പുഴയിൽ 2 വർഷമായപ്പോൾ 2 വെള്ളപ്പൊക്കം കഴിഞ്ഞുപോയി. കഷങ്ങളായി ഒഴുക്കി വിട്ടതെല്ലാം അത് ആ പുഴ ഒഴുകി അത് മലബാർ കോസ്റ്റിലെ കടലിൽ ചെന്ന് പതിച്ചു എന്ന് തോന്നുന്നു. ഏതായാലും പോലീസ് നിരന്തരമായി അതിൻ്റെ പിന്നാലെ നടന്നെങ്കിലും ആ ശരീരത്തിൻ്റെ ഒരു ഭാഗങ്ങളും പോലീസിന് ലഭിച്ചില്ല. എങ്കിലും കോടതി ഇപ്പം ആ കോർപ്പസ് ഡിലിറ്റി അഥവാ ഡെഡ് ബോഡി ഇല്ലാത്ത ഒരു കേസിലേക്ക് ശിക്ഷിച്ചിരിക്കുന്നു. അതിന് വൈറ്റലായ ചില തെളിവുകൾ പോലീസ് ഹാജരാക്കിയിരിക്കുന്നു. കാരണം മലപ്പുറം മുൻ SP സുജിത് ദാസ് അദ്ദേഹത്തിൻ്റെ കാലത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അന്നത്തെ 2 DYSPമാരുടെ അന്വേഷണം വളരെ പ്രസക്തമാണ്. കാരണം അന്ന് DYSP സജു K എബ്രാഹത്തിൻ്റെയും DYSP KM ബിജുവിൻ്റെയും ഈ 2 പേരുടെ അന്വേഷണവും അവിടുത്തെ നിലമ്പൂർ CI വിഷ്ണുവിൻ്റെ അന്വേഷണം വളരെ ശാസ്ത്രീയമായിട്ടായിരുന്നു അവർ അന്വേഷണം നടത്തിയത്. അതുകൊണ്ട് ഷാബാസ് ഷെരീഫിനെ ഡീറ്റെയിൻ ചെയ്ത അല്ലെങ്കിൽ കൊന്ന സ്ഥലം അല്ലെ ആ വീടിൻ്റെ 2ാം നിലയിൽ അവിടെ അവരുടെ പരിശോധനയിൽ 2 വർഷം കഴിഞ്ഞ ശേഷമുള്ള പരിശോധനയിൽ
അവിടെ ശുചിമുറിയിൽ നിന്ന് ആണ് കൊന്ന് നുറുക്കിയതെന്ന് മനസ്സിലായതുകൊണ്ട് ശുചിമുറിയിലും അത് ഒഴുകിപ്പോയ ആ വെള്ളം ഒഴുകിപ്പോയ പൈപ്പും വെട്ടിപ്പൊളിച്ച് നോക്കിയിട്ട് ഏകദേശം 42ഓളം മുടി ഷാബാസ് ഷെരീഫിൻ്റെ ലഭിച്ചു. 42 മുടികൾ ലഭിച്ച് മാത്രമല്ല 32 മുടികൾ വീണ്ടും ലഭിച്ചിട്ടുണ്ട്. കാരണം ആ 42 മുടി കിട്ടിയത് ശുചിമുറിയിലാണെങ്കിൽ 32 മുറി കാറിൽ നിന്ന് കഴിച്ചു. കാരണം ഷാബാസ് ഷെരീഫിനെ കൊണ്ടുവന്ന കാറും ഡെഡ് ബോഡി കൊണ്ടുപോയി ചാലിയാർ പുഴയിൽ ഉഴക്കിയ കാറും ഒന്ന് തന്നെയായിരുന്നു. ആ കാറിനകത്തു നിന്ന് ആ മരണമടഞ്ഞ ഷാബാസ് ഷെരീഫിൻ്റെ മുടികൾ തന്നെ ലഭിച്ചു. DNA അത് ധാരാളം മതി. കാരണം അവിടുത്തെ ബ്ലഡ് സ്റ്റെയിൻസ് എടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അത് 2 വർഷത്തിനകം കൂടുതൽ വെള്ളം വന്ന് ഒഴുകിപ്പോയെങ്കിലും അതിൻ്റെ ചില അംശങ്ങൾ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കോടതി കൊടുത്തില്ല ഈ കേസിനകത്ത്, കാരണം ഡെഡ് ബോഡി ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ കൃത്യമായി കോടതി അതിനകത്ത് ആ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി ആ പ്രതികളെ ശിക്ഷിച്ചു എന്നുള്ളതാണ്. കാരണം ഷൈബിൻ അഷ്റഫിനെ 11 വർഷത്തേനും 9 മാസത്തേനുമാണ് ശിക്ഷിച്ചിരിക്കുന്നത്. അയാൾ 2,30,000 രൂപ പിഴ ഇട്ടിട്ടുണ്ട്. ഷിഹാബുദ്ദീൻ എന്നയാളെ 9 വർഷത്തേന് ശിക്ഷിച്ചിട്ടുണ്ട്. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ നിഷാദിനും ഏകദേശം 3 വർഷം ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും കോടതിയിൽ ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും 1, 2, 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ആ വിധി നടപ്പാക്കിയത്. കാരണം ഈ കേസിനകത്ത് യാതൊരു എവിഡൻസും ഇല്ല. കോർപ്പസ് ഡെലിറ്റി അല്ലെങ്കിൽ ഡെഡ് ബോഡി ഇല്ലാത്തതുകൊണ്ട് കേസ് വിട്ടുപോകുമെന്നാണ് പൊതുവെ ധാരണ ഉണ്ടായിരുന്നത്. പക്ഷേ പോലീസിൻ്റെ വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണം ഇതിനകത്തുണ്ടായി. കംപ്ലീറ്റ് ഫോറൻസിക് സയൻസ് ലാബറട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് ഫോറൻസിക് എവിഡൻസിലാണ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്. കാരണം ഷാബാസ് ഷെരീഫിനെ അവിടെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്നിട്ട് അയാൾ ജീവനോടെ ഇയാളുടെ വീടിൻ്റെ മുറിയിൽ നിൽക്കുന്ന പടം അത് മനോരമ ഫോട്ടോഗ്രാഫറുടെ സംഭാവനയാണെങ്കിലും അത് കോടതി അതേപടി ജീവനോടെ അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്നതും ഈ ഫോട്ടോ എടുത്ത ഡേറ്റിൻ്റെയും അതിൻ്റെ വിവരങ്ങളെല്ലാം കോടതിക്ക് മനസ്സിലായി. ആ ജീവനോടെ അയാളെ ഈ മുക്കട്ടയിലെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നെന്നും അവിടെ തടവിൽ പാർപ്പിച്ചെന്ന് കോടതി കണ്ടെത്തി. അയാളെ കൊന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കാരണം മുടി ഫോറൻസിക്കിലെ പരിശോധനയിൽ DNA പരിശോധനയിലും ഷാബാസ് ഷെരീഫിൻ്റെ മുടിയാണെന്നും അത് തന്നെയല്ല ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഓരോരോ സ്റ്റെപ്പിലുകളും സുജിത് ദാസ് എന്ന് പറഞ്ഞ SP-യും അവർ ജോയിൻ്റായിട്ട് ഈ കേസിനകത്ത് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടാണ് ഇത്തരം എവിഡൻസുകൾ കൂപ്പിക്കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചതെന്നും പോലീസിൻ്റെ കേരളത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യക്ക് തന്നെ മാർഗദശ കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം ഡെഡ് ബോഡി ഇല്ലാതെ തന്നെ ഒരു കേസിനകത്ത് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. ജീവപര്യന്തമല്ല താനും. അതേസമയത്ത് 11 വർഷവും ചെല്ലുവാനും 11 വർഷവും 9 മാസവും തടവും, മറ്റൊരാൾക്ക് 7 വർഷവും തടവും, മൂന്നാമതൊരാൾക്ക് 3 വർഷം തടവും ഈ കേസിനകത്ത് വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ നിരീക്ഷണം അത്ര ശക്തമാണ് ഇതിനകത്ത്. കാരണം ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാതെ ലൈഫ് ഇംപ്രസ്മെൻറ്റ് കൊടുക്കാതെയും ആൾ മരിച്ചു എന്ന് ബോധ്യപ്പെട്ട കോടതിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലീഗൽ ഡിറ്റൻഷൻ അതുപോലെയുള്ള കുറ്റങ്ങളിലാണ് ഇപ്പോൾ ശിക്ഷ നടപ്പാക്കിയിരുന്നത് എനിക്ക് തോന്നുന്നു. ഏതായാലും ഷൈബിനും ഷഹാബുദ്ദീനും നിഷാദിനും 1, 2, 6 പ്രതികൾക്ക് അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ വിധി ഏതായാലും കേരളത്തിലെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 7ാം പ്രതി നൗഷാദ് ഈ കേസിനകത്ത് മാപ്പുസാക്ഷിയായി. 9 പ്രതിയിൽ 7ാം പ്രതി മാപ്പുസാക്ഷിയായതുകൊണ്ടാണ് ഈ കേസിനകത്ത് കൂടുതൽ വൈറ്റൽ എവിഡൻസ് കോടതിക്ക് മനസ്സിലായത്. കാരണം അവിടെ ഡീറ്റെയിൻ ചെയ്ത് ഓരോ ദിവസം ചെയ്ത പ്രവൃത്തികളും അവിടെ ഇയാളെ എങ്ങനെയാണ് കൊന്നതെന്നും എങ്ങനെയാണ് കഷ്ണമായി ചാലിയാർ പുഴയെ കൊണ്ട് ഒഴുക്കിയതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി മാപ്പുസാക്ഷി കോടതി പറഞ്ഞുകൊണ്ട് കോടതിക്ക് വളരെ ആ കൃത്യത്തിൽ പങ്കെടുത്ത ഒരാളിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ലഭിച്ചത് ഈ കേസിനകത്ത് ഒരു നേട്ടമായിട്ട് തന്നെ കണക്കാക്കാം. ഏതായാലും ആ പോലീസ് ഉദ്യോഗസ്ഥരെയും സുജിത് ദാസിനെയും സംഘത്തിനെയും ഞാൻ അഭിനന്ദിക്കുന്നു.